ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് ഞാനൊരു എൻഗേജ്മെൻറ്റ് വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ. എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ആണ്. ഞാൻ ഒരു 4 മണിക്കാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കണേ. ഇനി ഒരു 6 മണിയാകുമ്പോഴേക്കും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോട്ടയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് അവിടെ അന്ന് 7 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ ഇനി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും പിള്ളേരെ എഴുന്നേൽപ്പിക്കണം, ചേട്ടനെ എഴുന്നേൽപ്പിക്കണം. ഇനി എല്ലാവരും റെഡിയായി ഹറിബറിയിൽ തിരക്ക് കൂട്ടി പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ എടുക്കാം. അപ്പോൾ നമുക്ക് എൻഗേജ് ഫംഗ്ഷന് പോയാലോ? ഇന്നേക്ക് നമ്മമ്മന്റെ നിശ്ചയാട്ടാ. പോണ്ടേ? നിശ്ചയത്തിന് പോണ്ടേ? ഞാൻ ഇന്നേക്കു ഞാനോ വരും. അംശുവ എനിക്ക് വേഗം വിളിച്ചോ, വേഗം കിടക്കും. നീ കിടക്കുന്നതായിട്ട് അംശു. ഞാനും എൻ്റെ ബാത്റൂമിൽ കയറിക്കോ. ചൂടുവെള്ളം ഉണ്ട് കേട്ടാ. എനിക്ക് ബക്കറ്റ് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെയും ജാനുവിൻ്റെയും കോസ്റ്റ്യൂം. ഈ കോസ്റ്റ്യൂം എൻഗേജ്മെൻറ്റിന് ഇടാനായിട്ട് നമുക്കത് സെറ്റാക്കി തന്നത് അമോറിയ ബ്രൈഡൽ എംപോറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവരുടെ വർക്കൊക്കെ അടിപൊളിയാണ്, സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഡീറ്റെയിൽസ്. ഞാൻ താഴെ കൊടുക്കാം. ഒന്നും കൂടി പറയാം, അമോറിയ ബ്രൈഡൽ എംപോറിയം, അതാണ് അവരുടെ പേജിൻ്റെ പേര്. അമോറിയ ബ്രൈഡൽ വെയർ എന്നൊക്കെ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ 4 പേരുടെയും കൂടിയിട്ടുള്ള കോസ്റ്റ്യൂം. ഞങ്ങളുടെ ജാനുവിൻ്റെ എൻ്റെയാണ് അവർ ചെയ്തു തന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കോൺട്രാസ്റ്റ് വെച്ചിട്ടാണ് ഹസ്ബൻഡിനും മോനും ഡ്രസ്സ് എടുത്തത് കേട്ടോ. ചിരിപ്പിട്ടല്ലേ ഇനി മുല്ലപ്പൂ അവിടെ ചെന്നിട്ട് വെക്കണം. മുല്ലപ്പൂ അവിടെയാണ്. അപ്പൊ അങ്ങ് പോവാ. മുല്ലപ്പൂവിന്റെ ഒരു കുറവുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോട്ടയിലേക്ക് പോവാണ് കേട്ടോ. സമയം പറഞ്ഞ സമയത്തിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ലേ, ഇത്തിരി ലേറ്റ് ആയിട്ടാ. ഇനി അവിടെ ചെന്ന് മുല്ലപ്പൂവൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്നൊരു 7 മണി 7:30 ആകുമ്പോഴേക്കും അവിടെ വണ്ടി കയറി പോകണം കേട്ടോ. അങ്ങനെ നമ്മളിതേ പോട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹരിതാനഗർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രാവലറൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി എല്ലാവരും ഫുഡ് അടിച്ച് കയറണം. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കയ്യിലെ ഫുഡേ ഇഡലിയും സംഭവങ്ങളൊക്കെ ഞങ്ങളെ കൊടകരയിൽ നിന്ന് എടുത്തിട്ട് പോരണേ. അപ്പോൾ അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണേ. ഞങ്ങൾ എത്തിയാലേ അവർക്ക് ഫുഡ് അടിച്ചിട്ട് വണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛനും വിജുമാമനും കുഞ്ഞച്ഛനും എല്ലാവരും മാറി മാറി വിളിക്കായിരുന്നു, എവിടെ ഫുഡ് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഞങ്ങൾ പോകുന്നോന്ന് ചോദിച്ചിട്ടല്ല. അങ്ങനെ അതേ ഞാൻ അവിടെ എത്തിപ്പിക്കും. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായി. അമ്മു, ചിറ്റ, നിതിന്, അമ്മാവൻ, ആ കുഞ്ഞച്ഛൻ, സ്മൃതിച്ചിറ്റ, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിട്ടാ. ഒരു ഹായ് പറടാ. സെലിബ്രേറ്റ് ചെയ്തോണ്ടാവും. മോഡൽ ഓണം ഷൂട്ട് കഴിഞ്ഞ് വന്നേക്കണ മോഡല്. ഇതെന്റെ സ്വന്തം കുഞ്ഞ്. ഇപ്പൊ വലുതായി, ഇത്തിരി വലിയനായി. അതിനത് അതിനാ അമ്മേനൊന്ന് റെഡി ആക്കട്ടെ. ഇതൊക്കെ നമ്മുടെ അനിയന്മാരാണ് കേട്ടാ. ഇതിൽ ഒരാൾ മിസ്സിങ് ഉണ്ട്, അഖിലൂട്ടൻ ഗൾഫിലാണ്. അതുകൊണ്ട് അവന് നിശ്ചയത്തിന് എത്താൻ പറ്റിയില്ല. അവൻ പോയിട്ട് അധികം ആവാത്തതുകൊണ്ട് തന്നെ അവനത് അവിടെ നിന്ന് ലീവ് കിട്ടിയില്ല. അപ്പൊ അഖിലൂട്ടനും കൂടി ഉണ്ടെങ്കിൽ ഒരു കളറായേനെ അഖിലൂട്ടനും വേണ്ടതായിരുന്നു. അപ്പൊ അവനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ.
എപ്പോഴോ ഇട്ടവാ നീ തന്നെയായിരുന്നു അന്നും ഫോട്ടോ കൊടുത്തത്. അങ്ങനെ ഹരിതേച്ചിയുടെ എന്താ പറയാ കഴിവ്, ഹരിതേച്ചിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ കറി വെക്കാനും മാത്രമല്ല കഴിവുകളുള്ളത്. ഇതിലും ഒരു കഴിവ് ഏറിയ ഒരു വ്യക്തിയാണ്, വളരെ കഴിവേറിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഹരിത. സുശീല ഇപ്പോൾ സുസ്മിതയായിരിക്കുന്നു. അതെ, ഒറിജിനൽ സുശീല ഇവിടെ ഉണ്ടായത്, പുള്ളിക്ക് ഈഗോ അടിച്ചു. എങ്ങനെയുണ്ട് ഇഡ്ഡലി? സൂപ്പർ. ആ അതാ ഗീതാമ്മ വന്നിരിക്കണം നമ്മുടെ. ഹായ് പറ. ഈ അമ്മൂന്റെ മുടിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. 3 ക്ലിപ്പ് ഇതിനുള്ളിൽ പോയി. സത്യമായിട്ടും തമാശയല്ല. അതെ, നമ്മുടെ ചെക്കൻ വന്നിരിക്കണം. ഹായ് പറയാം. അല്ല നമ്മളാണ്. അങ്ങനെ അതിസാഹസ്യമായിട്ട് എല്ലാവർക്കും മുല്ലപ്പൂവൊക്കെ കുത്തിയിട്ട് ഞങ്ങളിനി നടക്കുകയാണ്. നമ്മുടെ സുന്ദരേച്ചിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ആ വഴിയിലാണ് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കണേ, കാറും ട്രാവലറൊക്കെ. ഇനിയിപ്പോൾ അതിൽ പോയി കയറട്ടെ. പ്രശാന്തേട്ടനാണെന്ന് എന്നെ കയറ്റില്ല എന്നാണ് പറഞ്ഞേക്കണേ കാറിൽ, എന്നോട് ട്രാവലറിൽ കയറിക്കോളാനാണ് പറഞ്ഞേക്കണേ. എന്താണെന്ന് വെച്ചാൽ പ്രശാന്തേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞച്ഛനും അച്ഛനും വിജുമാമനും എല്ലാവരും കൂടി ഒരു ടീമാണ്. പിന്നെ അവരൊരുമിച്ചാണ്. പിന്നെ നമ്മളൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ ട്രാവലറിൽ ഇരുന്ന് കാറ്റടിച്ച് പോകുമ്പോൾ എൻ്റെ മുടിയൊക്കെ കേടാവോ, മേക്കപ്പൊക്കെ പോകുമോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. ഞങ്ങൾ മാറി കയറി വീണ്ടും കാറിൽ കയറി. കുറച്ച് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേ പ്രശാന്തേട്ടൻ വിളിച്ച് ചോദിച്ചുട്ടാ, നീ കാറിൽ കയറുണ്ടാ, സ്ഥലം ഉണ്ട് കേട്ടാ. എന്താണെന്ന് വെച്ചാൽ വിജുമാമനും കുഞ്ഞച്ചനും പറഞ്ഞിട്ടുണ്ടാവേ, അവൾ ഇതിൽ കയറാന്ന് പറഞ്ഞതല്ലേ, അവൾക്ക് മുടിയും ഇതൊക്കെ നാശാവില്ലേ, ഇനി ഇതിൽ കയറ്റിക്കോന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു കയറിക്കോളാൻ. അപ്പം ഞാൻ ട്രാവലറിൽ നിന്ന് ഇറങ്ങി ഇതിൽ കയറി. എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു അന്ന് പോകുമ്പോൾ, എന്താണെന്നറിയില്ല, നല്ല മഴക്കാരുണ്ടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഭാഗ്യത്തിന് വണ്ടി നിർത്തി അതിൽ കയറിയ കാരം കൊണ്ട് പിന്നെ എ സിയിൽ പോയി. അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ മലകളും കുന്നും കുറേ മരങ്ങളും അതുപോലെ തന്നെ ഇതുപോലത്തെ റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൈതച്ചക്കയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ തോട്ടമൊക്കെ കാണാൻ വരുന്ന വഴിക്ക് നല്ല രസമാണ് പോരുന്ന വഴി ഫുള്ള്. അങ്ങനെ നമ്മളിതേ അവിടുത്തെ ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് എത്തി, ട്രാവലർ എത്തണുള്ളൂ. ഓ തീവ്രത്തിലെ ദുൽഖറായി. വഴി തെറ്റിയാ ഇങ്ങോട്ട്
അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ മീനച്ചില്ലാറാണ്. പാലാ ടൗണാണ്. ആ അറ്റത്തേക്ക് നോക്കുമ്പോൾ കാണണേ. അതൊക്കെ വിജുമാമൻ പറഞ്ഞു തരികയാണ്. വിജുമാമൻ പറയാണ്, നീ എന്തായാലും വീഡിയോയിൽ പറയുമ്പോൾ പറഞ്ഞോളൂ കേട്ടാ, ആ കാണുന്നത് പാലാ ടൗണാണ്, ഇത് മീനച്ചില്ലാറാണെന്നൊക്കെ പറഞ്ഞോളൂന്ന്. ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അടിപൊളി ഹാള്. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാരുടെ ഫോട്ടോ എടുക്കൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കണേ. എല്ലാവരും കൂടിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. അപ്പം നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണാട്ടെ. ഇനി വീഡിയോയും ഫോട്ടോയും അതിന്റെ ഇടയിൽ തന്നെ എടുക്കാൻ പറ്റും. സൗണ്ടുള്ള മൈക്കാർ കൊടുത്തിട്ടുണ്ട്. ശ്രീരാനോക്ക് ചെക്കനെ നോക്കി അങ്ങനെ അതാ ചെക്കൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി. ഇതാണ് കേട്ടോ ദേവിക കുട്ടി. ചെക്കൻ കാണൽ വീഡിയോ കണ്ടതിൻ്റെ വിവരങ്ങളാണ് അവൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. അമ്മേനെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടിട്ട് കാര്യങ്ങളെല്ലാവരും പറഞ്ഞതൊക്കെ കേട്ടാ. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ജാനു? എവിടെ ജാനുവിനെ കാണാനില്ലല്ലോ. അവിടെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയപ്പോ ഒരാള് പോയി. ഫോട്ടോ എടുക്കണതിന്റെ ഇതാണ്. പ്രശാന്തണ്ണ ദിപ്പ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഫാമിലിയുടെ പോയി. എന്നിട്ട് വേണ്ടി പൊന്നുവാ ജൂച്ചു ആണോ? ഷോൾ ഇട്ടാ തരാം. ടീച്ചറായിട്ടൂലോ. അങ്ങനെ അതാ നമ്മുടെ ദേവിക കുട്ടിയുടെ അമ്മേനെ കണ്ടിട്ടുണ്ട്. ഇതാണ് കേട്ടാ അമ്മ, ദേവിക കുട്ടിയുടെ അമ്മ ബീനമ്മ. ആള് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സണാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് തന്നെ പറയണ്ട, ആളെ കുറിച്ച് ഈ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. പിന്നീട് വീണ്ടും നമ്മുടെ ഫോട്ടോഷൂട്ട് തുടർന്നു. നമ്മുടെ വീഡിയോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും കല്യാണമായാലും നിശ്ചയായാലും എല്ലായിടത്തെ അവസ്ഥ ഇതല്ലേ. ഒരുപാട് ഫോട്ടോയും വീഡിയോയും അവർക്ക് എടുക്കണം. കുറേ ടൈം അവർക്ക് വേണം. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന വീഡിയോസും ഫോട്ടോസും കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ അവരെവിടെയല്ലേ പറയാ, അവരല്ലേ പഴി പറയാ. അപ്പം അതുകൊണ്ട് തന്നെ അവർ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമുക്ക് തരും കേട്ടോ. ഹായ് ഗൈസ്, നമ്മുടെ വ്ളോഗർ. അതായത് നോക്ക്, നമ്മുടെ താരസുന്ദരികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ലോകസുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ സുന്ദരിയാണ് ഹരിതേച്ചി. കണ്ട പുറകിൽ ഹരിതം, നമ്മൾ തിളങ്ങി നിൽക്കുന്ന വസ്ത്രധാരയിൽ ശോഭയോടെ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ പ്രകൃതിയെ തന്നെ നാണം വെപ്പിക്കുന്ന രീതിയിലെ സൗന്ദര്യം നിലനിൽക്കുന്ന വനദേവതയെ പോലെ പുഞ്ചിരിക്കുന്ന അതെ ഒരു ഇതാണ്. അതാ വീണ്ടും ഫോട്ടോഷൂട്ട് തന്നെ കേട്ടാ. ഇത് നമ്മുടെ ദേവിയക്കുട്ടിയുടെ അമ്മയും അച്ഛനും. ഭയങ്കര രസമായിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ ഇവരുടെ. എല്ലാ ഫാമിലി മെമ്പേഴ്സായിട്ടും ഭയങ്കര അടുപ്പം കീപ്പപ്പ് ചെയ്യുന്ന ഫാമിലിയാണ്. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് പേരൊക്കെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇനിയും പിടികിട്ടാനുണ്ട്. അമ്മോട് സംസാരിക്കുക. ഭാഗ്യ അവൻ ഞങ്ങളുടെ വണ്ടി എടുക്കാന്നാ പറഞ്ഞ ആദ്യം. ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെ. ചേച്ചി ഞങ്ങളുടെ ചേച്ചിയുടെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. കൊറേ ബുദ്ധിമുട്ടിയവൻ എന്നാലും ഒപ്പിച്ചു. അതായത് വന്നപ്പോ ജ്യൂസ് കിട്ടാത്ത ഇതില് ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. ഇപ്പൊ ചെക്കൻ്റെ ആളാ ആർത്തി ഭയങ്കര ഇത്തിരി വെള്ളത്തിനോട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല,
ഭയങ്കര ഇതാ എന്നെ കുറേ സീനിൽ ഇടാനുണ്ട് കുത്തിക്കണം കുറച്ച് ഫാൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ എത്രാമത്തെ ജ്യൂസാ കുഞ്ഞാ? ജ്യോതിഷ്, ഏത് സമയം നിന്റെ ക്ലാസ് ഉണ്ടല്ലോ? വന്നപ്പോ തൊട്ട് ജ്യൂസ് ആണല്ലോ ജ്യോതിഷ്. ചർച്ചയിലാണ്. ആ ജഗപ്പൻ ജ്യൂസ് കുടിച്ചില്ല. ആ മുഖം പൊത്തി ഓടിയില്ലേ, അതാണ് കേട്ടോ നമ്മള് മുട്ടയില്ലാത്ത മുട്ടകറിയത്തെ ജഗപ്പൻ. അതോടൊപ്പം വിവാഹിതരാകാൻ പോകുന്ന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, പ്രശാന്ത് ചെല്ലി വിളിക്കും അച്ഛൻ വിളിക്കും. എല്ലാവർക്കും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോയാണ്. ഹലോ, ഇതാണ് അല്ല ഹാരി പോട്ടറാ ഞങ്ങളുടെ.
അങ്ങനെ നമ്മുടെ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളെല്ലാം തീർത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അതുപോലെ നമ്മൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ ഇവിടുത്തെ സദ്യ പോലെയല്ല, അവിടുത്തെ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നെയ്യല്ലല്ലോ പരിപ്പും നെയ്യൊക്കെ വിളമ്പി അത് കൂട്ടി കഴിച്ചിട്ടാണ് പിന്നെ സാമ്പാറൊക്കെ വിളമ്പാട്ടാ. നമ്മുടെ ഇവിടെ ഡയറക്റ്റ് ചോറിക്ക് സാമ്പാറല്ലേ ഫസ്റ്റ് വിളമ്പാ. പരിപ്പൊക്കെ വിളമ്പും സൈഡിൽ, എന്നാലും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കറികൾക്കൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ട്രാവലറിൽ കയറിയിട്ടാ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മേക്കപ്പും മുടിയും മുല്ലപ്പൂവൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് പോരുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോകുന്ന വഴിക്ക് മുടി അങ്ങോട്ട് മൊത്തം കെട്ടി പൊക്കി വെച്ച് ആ മുല്ലപ്പൂവും സാധനങ്ങളൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കുത്തി തിരികെ വെച്ച് കുറച്ച് പേരൊക്കെ കിടന്നുറങ്ങുകയാണ്. പക്ഷേ എനിക്ക് കിട്ടണ ഒരു ചാൻസ് ഞാൻ കളയാറില്ല. അടിച്ചുപൊളി പാട്ടിട്ട് ചേട്ടാന്നും പറഞ്ഞിട്ട് പാട്ട് വിട്ട് ഞങ്ങളെല്ലാവരും കിട്ടണ ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് തുള്ളി മതിച്ച് ആവണ വരെ അടിച്ച് പൊളിച്ച് ഡാൻസും കളിച്ചാൽ പോന്നേട്ടാ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ട്രാവലറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ അതിൽ ഫുൾ കാർന്നോമാരെയും കൊണ്ട് പ്രശാന്തേട്ടൻ പോരുന്നുണ്ട്. അമ്മൂട്ടി കിടന്നുറങ്ങുന്നുണ്ട്, കുഞ്ഞപ്പൻ കിടന്നുറങ്ങുന്നുണ്ട്. റോട്ടിലാണെങ്കിൽ നല്ല ട്രാഫിക്കും കിട്ടിയിട്ടുണ്ട്. ഇതേതോ പെരിയാറ് നദിയാണെന്നാണ് പറഞ്ഞത്. പെരിയാറാണ്. പെരിയാറ് നദിയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട്. രാത്രി പൂര മഴയായിരിക്കും. വീണ്ടും ബ്ലോക്ക് കിട്ടി. അങ്ങനെ നമ്മൾ പോട്ടയിൽ എത്തിയിട്ടുണ്ട്. അമ്മും നിധിയും ചിറ്റിയും ലതമ്മയും കുഞ്ഞാവിയൊക്കെ കൂടിയിട്ട് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ച്. ഇനി ഓരോരുത്തരായിട്ട് നമ്മളെ വിട പറഞ്ഞു പോവുകയാണ്, ടാറ്റ പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്ത വിശേഷം ഉണ്ടാവണം. ഇനി അടുത്ത വിശേഷം ഓണല്ലേ. ഓണത്തിനാണ് ഇനി എല്ലാവരും ഒന്നിച്ച് കാണാൻ പോണേ കേട്ടാ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞങ്ങളും വീട്ടിലേക്ക് പോരണം. പിള്ളേരാണെങ്കിൽ അവിടെ എത്തി അപ്പം തോട്ടി ചാടും. കയറാൻ പറഞ്ഞിട്ട് കയറണില്ല, മീനെ പിടിക്കട്ടെ, നനയ്ക്കട്ടെ, കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ ഇറങ്ങിക്കോട്ടറി, അവറ്റങ്ങളൊന്ന് കളിച്ചോട്ടടി, വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ എന്ന് അച്ഛൻ പറയാം. ഞാൻ പറഞ്ഞാൽ അവർക്ക് നാളെ ക്ലാസ് ഉള്ളത്, അവരെ വിട് എന്നും പറഞ്ഞിട്ട് ഒരു വിധത്തിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോന്നു കേട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വസ്തിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ. എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.